കോൺഗ്രസ് പാർട്ടിക്ക് എങ്ങനെയാണ് മനുഷ്യരുടെ, പ്രത്യേകിച്ചും താങ്കൾ ചോദിച്ചതടക്കം സ്ത്രീകളുടെ മുഖത്ത് എങ്ങനെയാണ് നോക്കി വോട്ട് ചോദിക്കാൻ കഴിയുക എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം. എന്ത് പറഞ്ഞിട്ടാണ് നമ്മളെ പെൺകുട്ടികളുടെ മുഖത്ത് ഈ കോൺഗ്രസ് നേതാക്കൾ നോക്കാൻ പോകുന്നതും ചോദിക്കാൻ പോകുന്നതും വോട്ട്? ഇത്തരമൊരുത്തനല്ലേ നിങ്ങൾ നേതാവാക്കി ഇപ്പോഴും കൂടെ ഈ പിന്നെ MLA ഒക്കെ കൊണ്ടു നടക്കുന്നത് എന്ന ചോദ്യത്തിന് എന്ത് മറുപടിയാണുള്ളത്? ഒന്ന്. മറിച്ചൊരു സംഗതി, കോൺഗ്രസ് എന്ന പിന്നെ പാർട്ടി നയിക്കുന്ന UDF-ന്റെ മുന്നണിക്ക് കേരളത്തിൽ എന്ത് പരിഗണനയാണ് വോട്ടർമാർ ഇതിന്റെ അടിസ്ഥാനത്തിൽ നൽകേണ്ടത്? ഇത് അടിസ്ഥാനമാക്കേണ്ട എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയും? ഇല്ലല്ലോ. അപ്പൊ ഈ രാഹുൽ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മുന്നണിക്ക്, കോൺഗ്രസിന് എന്ത് പരിഗണന കൊടുക്കണം വോട്ടർമാർ എന്നുള്ളതെങ്കിലും. ശരി, ശ്രീകുമാർ, ആ ഒരൊറ്റ വിഷയം എന്തായാലും ജനങ്ങളിലേക്ക് ഇനിയിപ്പോൾ ഈ 10 ദിവസത്തിനിടയ്ക്ക് കയറി വരാൻ തന്നെ പോവുകയാണ്. അത് ആര് തടഞ്ഞാലും ഇല്ലെങ്കിലും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആ വിഷയത്തിൽ UDF-ന്, കോൺഗ്രസ്സിന് എന്ത് പ്രസക്തി എന്നവർ പറയണം. അവർ ഇപ്പോൾ എടുക്കേണ്ട നിലപാട് രാഹുലിനെ രാജിവെപ്പിക്കുകയല്ലേ എന്ന് ചോദിക്കുന്നവരോട് എന്ത് മറുപടി പറയും കോൺഗ്രസ്? ഈ UDF പ്രവർത്തകർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വീടുകളിൽ പോയിട്ട് പറയുന്നത് അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും അതുപോലെ വിശ്വാസികൾ ഈ ശബരിമലയത്തെ സ്വർണം കെട്ട കേസൊക്കെയാണ്. അപ്പോൾ അതിനോടുള്ള പ്രതികരണമായിരിക്കും വോട്ടുകളിൽ പ്രതിഫലിക്കുക. വേറെ ഒരു ചോദ്യവും ജനങ്ങൾ കോൺഗ്രസ്സുകാരുടെ ചോദിക്കില്ല. കാരണം കോൺഗ്രസ്സുകാരെ കുറിച്ച് നാട്ടിൽ നല്ല വിശ്വാസമാണ്, പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് നല്ല വിശ്വാസമാണ്, ഗവൺമെന്റിനെ കുറിച്ച് മോശം അഭിപ്രായവുമാണ്. വിധി എഴുത്തായിട്ട് മാറും. പാലക്കാട് MLA കുറിച്ച് നിങ്ങൾ പാലക്കാടുള്ള ജനങ്ങളെ വിളിച്ച് നാളെ ഒരു മൈക്കുമായിട്ട് എന്ന് ചോദിക്കുക, അപ്പോൾ പറഞ്ഞു തരും. ശരി, ഡോക്ടർ സമ്പത്ത്, നിങ്ങൾ മൈക്കും കെട്ടി നാളെ ഇറങ്ങുമോ? ഒറ്റ കാര്യമേ ഉള്ളൂ. മിനിഞ്ഞാന്ന് പാലക്കാട് നിന്നുള്ള ലോക്സഭാംഗം ശ്രീ VK ശ്രീകണ്ഠനും ആ പാലക്കാട് നിന്നുള്ള MLA ഇപ്പോൾ പറഞ്ഞ പേരുകാരനും രണ്ടുപേരും പങ്കെടുത്ത വേദിയിൽ താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമവിഭാഗത്തിൽപ്പെട്ട ചങ്ങാതിമാർ, മാധ്യമപ്രവർത്തകർ, നിങ്ങൾ 3 പേരും അവരാണല്ലോ, ആ മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു. ബഹുമാനപ്പെട്ട MP-യോടാണ് ചോദിച്ചത്. ഇപ്പറയുന്ന ഈ പേരുകാരനായ MLA നമ്മുടെ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ഇറങ്ങിയിട്ടുള്ള കാര്യത്തെ സംബന്ധിച്ച് ചോദിച്ചു. ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പരാതി, ഇങ്ങനെ കുറ്റാരോപിതൻ, ഇങ്ങനെ കേസ്, അങ്ങനെയുള്ള നിരവധി പരാതികൾ ഒക്കെ ഉണ്ടല്ലോ, ഈ വിവാദങ്ങളൊക്കെ ഉള്ളൂ. അതിന് MP-യുടെ മറുപടി ഇതായിരുന്നു: ഞങ്ങളുടെ പാർട്ടി അദ്ദേഹത്തിൻ്റെ മേൽ ഒരു നടപടിയും എടുത്തിട്ടില്ല. ഇത് അവിടുത്തെ ബഹുമാനപ്പെട്ട MP പറഞ്ഞതാണ്. ഞങ്ങളുടെ പാർട്ടി അദ്ദേഹത്തിൻ്റെ മേൽ ഒരു നടപടിയും എടുത്തിട്ടില്ല. ഇതാണ് പറഞ്ഞത്. VK ശ്രീകണ്ഠൻ MP പറഞ്ഞതാണ് ഇപ്പോൾ ഡോക്ടർ സമ്പത്ത് ചൂണ്ടിക്കാട്ടിയത്. സംസ്ഥാന തലത്തിൽ നടപടിയെടുത്തു, പ്രാദേശികമായ എവിടെയെങ്കിലുമൊക്കെ ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കതിൻ്റെ ഉത്തരവാദിത്തമില്ല. ഇതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. സംസ്ഥാന തലത്തിൽ എല്ലാം നടപടിയെടുക്കും, കോൺഗ്രസിൽ നിന്ന് ചിലപ്പോൾ പുറത്താക്കും. പക്ഷെ സാധാരണ കോൺഗ്രസ്സുകാർ കൊണ്ടുപോയി വോട്ട് തരണം എന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ അത് വോട്ടർമാർ പ്രാദേശികമായി ചെയ്യുന്നൊരു കാര്യമാണല്ലോ. വോട്ട് ചെയ്യലും പ്രാദേശികമാണല്ലോ, ഒരു വ്യക്തിയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തും ചെയ്യാം, അങ്ങനെ പമ്പരവിഡ്ഢികളായ ജനങ്ങൾ എന്തും ചെയ്യും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ നൂറ്റാണ്ടിൽ, ഇപ്പോൾ ഈ കാലഘട്ടത്തിലും കോൺഗ്രസ് നേതാക്കളെങ്കിൽ. ഈ കിട്ടിയത് വടക്കേ ഇന്ത്യയിലും മറ്റുള്ള ഭാഗങ്ങളിലുമൊക്കെയാണ് എന്ന് മാത്രം കരുതണ്ട. ഇതിവിടെയും കേരളത്തിലും വലിയ രീതിയിൽ മുന്നോട്ട് പിടിച്ചു കൊണ്ടുപോകാൻ മുസ്ലിം ലീഗിനും മറ്റ് ഘടകകക്ഷികൾക്കും അധികം സാധിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് നടപടിയെടുത്തു എന്ന്, മറ്റെന്തൊക്കെ കാര്യങ്ങൾ നിരത്തി കോൺഗ്രസ് ഇനി മുന്നോട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാലും ആ കാര്യത്തിലെ നടപടി സ്ത്രീകൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, കുട്ടികൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അത് എല്ലാ സ്ത്രീകളെയും സ്നേഹിക്കുന്ന, അമ്മമാരെ സ്നേഹിക്കുന്ന എല്ലാവരും ചോദിച്ചുകൊണ്ടേയിരിക്കും.